വെൽക്കം ടു തെക്കും വടക്കും. ഇപ്പൊ ഇങ്ങനൊരു ബീച്ച് ട്രിവാൻഡ്രത്തുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഇതൊരു ഏൻഷ്യന്റ് മോണുമെന്റ് ആണ്. നമ്മൾ ശരിക്കും വർക്കല പോകുന്ന വഴിക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്താ നോക്ക്, ഇത് ബീച്ച്. ഇനി നമ്മളിങ്ങനെ കറങ്ങി 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 നമ്മൾ ഈ സൈഡ് നോക്കുമ്പോ ഇത് കായല്. പൊളിയല്ലേ? ചേട്ടൻ മഴക്ക് പറയുകയാണ് നമ്മളിവിടെ കയറി. വർക്കല പോകാനായിട്ടുള്ള പ്ലാനിലാണ്. രാവിലെ സമയം 10:45. ഇച്ചിരി ലേറ്റ് ആയി പോയി. 8 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് കാരണങ്ങളാൽ, കുറച്ചല്ല ഒരു കാരണം, നമ്മുടെ ഉറക്കം കാരണം അല്ലേ, ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. പക്ഷെ നടന്നില്ല. വർക്കല ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആണോന്ന് അറിയില്ല അല്ലേ? ഓപ്പൺ ആണോന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കും. എന്തായാലും സൺഡേ ആണ്. അപ്പൊ പിന്നെ മെയിൻ NH ആക്ച്വലി ട്രാഫിക് ആണ്. അപ്പൊ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് അങ്ങോട്ട്. അതുകൊണ്ട് നമ്മൾ ബീച്ച് സൈഡ് റോഡാണ് പിടിക്കുന്നത്. ഓക്കെ. അപ്പം ഇത് ശംഖുമുഖം ബീച്ചാണ്. ഒത്തിരി കടല് കയറി ഇവിടെ സൈഡ് മുഴുവൻ പോയി. ഇവിടെ നല്ല റോഡൊക്കെ ആയിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യവും കടൽ നന്നായിട്ട് കയറി ഫുൾ ബീച്ച് പോയി എന്ന് വേണം പറയാൻ. ഇവിടെ വരുന്നവർക്ക് അറിയാം ഇവിടുത്തെ ഒരു രസം. എല്ലാവർക്കും അറിയാവുന്നതാണ്. മണ്ണൊക്കെ കാണുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല റോഡായിരുന്നു. ഈ റോഡ് വൺ വേ ആയിരുന്നു. ഇത് അങ്ങോട്ട് പോകുന്ന റോഡും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡും ആയിരുന്നു. റോഡ് ഫുള്ളായിട്ട് പോയി, കടല് കയറി പോയി. നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഒരു സൈഡ് റോഡിന്റെ പകുതിയേ ഇപ്പൊ ഉള്ളൂ. ഇത് തന്നെ റോഡ് പൊളിഞ്ഞിരിക്കുന്ന, റോഡ് പൊളിഞ്ഞു തീർന്നിരിക്കുന്നതാണോ? അയ്യോ, ഇവിടം വരെ പൊളിഞ്ഞു. കണ്ടോ? വൈകിട്ടൊക്കെ വന്നിട്ട് ഫുൾ കച്ചവടക്കാരായിരിക്കും. നിറയെ ആൾക്കാര്, എല്ലാരും കളിക്കുന്നുണ്ടോ? നമുക്ക് മണലിൽ ഒത്തിരി ദൂരം നടക്കാൻ പറ്റുമായിരുന്നു. ബീച്ച് വീക്കെൻഡ്സ് ഒരു തിരക്ക് തന്നെയാണ് ഈ വഴി. നല്ലൊരു സ്പോട്ട് ആയിരുന്നു. ഫുൾ പോയി അല്ലേ? ഇരിക്കുന്ന സ്ഥലം എൻട്രി ഒക്കെ ക്ലോസ്ഡ് ആണ്. നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് വണ്ടിയൊന്നും വിടത്തില്ല. ഈ കച്ചവടക്കാർക്കൊക്കെയാണ് ശരിക്കും പണി കിട്ടിയത്. കാരണം ഇവിടത്തെ ഒരു ബിസിനസ് വെച്ച് മാത്രം ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ആൾക്കാരൊന്നും അധികം വരുന്നില്ല. പിന്നെ കൊറോണയും കൂടെ ആയതുകൊണ്ട് ഒട്ടും ആളില്ല. ഫ്ലൈറ്റ് പോകുന്നു, നോക്ക്, കാണാൻ പറ്റുമോ? ഇവിടെ അടിപൊളി ചർച്ച ഉണ്ടല്ലേ, ഭയങ്കര വലിയൊരു ചർച്ച. കാണാൻ പറ്റുമോ? ഭംഗിയാണ് കാണാൻ. ഇതാണ് ആ ചർച്ച്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് ആ ചർച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് എടുക്കുവാണ്. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പള്ളി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെയിലതാണ്. ശരിക്കും വർക്കല പോകുന്ന വഴിക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം ഇവിടെ ഒരു ഹിഡൻ ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ ട്രിവാൻഡ്രത്തെ. ഈ ബീച്ചിന്റെ പേരെന്ന് പറഞ്ഞാൽ തുമ്പ ബീച്ചാണ്. അഴക്കൂട്ടത്ത് നിന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 3 കിലോമീറ്റേഴ്സിനകത്താണ്. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു സൂപ്പർ ബീച്ച് ഉണ്ട്. അധികം ആർക്കും അറിയത്തില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? തിരുവനന്തപുരത്ത് നമ്മളിപ്പോ ബീച്ചിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വർക്കല ബീച്ച്, കോവളം ബീച്ച്, ശംഖുമുഖം ഇത്രയൊക്കെ വരാറുള്ളൂ. ഇത് നമ്മുടെ ടെക്നോ പാർക്കിൽ നിന്ന് ഭയങ്കര ക്ലോസ് ബൈ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചുമ്മാ ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. നമ്മൾ ഈ ബീച്ചിലോട്ട് ഇറങ്ങി ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട്. ശംഖുമുഖം ബീച്ച് ആക്ച്വലി ഇപ്പം ആൾക്കാർക്ക് ഈവനിങ് വന്നിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഈ ബീച്ചിലോട്ട് ആൾക്കാർ വന്നു തുടങ്ങി. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചു പിള്ളേർക്ക്. സീസോ
പിന്നെ സ്റ്റേജിൽ കയറി പാട്ട് പാടാന്നുള്ളവർക്ക് പാട്ട് പാടാം. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ഇനി ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബീച്ചും കൂടെ ഉണ്ട് ഇവിടെ. അതെ, ഇത് എത്ര പേർക്ക് അറിയാം? ഇനി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ അടുത്താണ് ഇത് അറിഞ്ഞത്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അതെ, എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒത്തിരി പേർക്ക് അറിയാൻ ചാൻസ് ഇല്ല. സത്യമാണ്, നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ ഒത്തിരി പേർക്ക് അറിയില്ല. അപ്പൊ നോക്ക്, സൂപ്പർ അല്ലേ? ഈവനിങ് ഒക്കെ എല്ലാവർക്കും വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരാനും ഈവനിങ് സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. ഭയങ്കര നിയർ ബൈ ആണ്. സ്ഥലമായിരുന്നു എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഭേദം. സത്യമാണ്, ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം അല്ലേ. പക്ഷെ എങ്കിലും നമ്മൾ ശരിക്കും വർക്കല ബീച്ചിലോട്ടാണ് പോകുന്നത്. ഓൺ ദ വേ ഇങ്ങനെ ഒരു ബീച്ചുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പം നമ്മൾ വെച്ച് നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയില്ലെങ്കിലോ, അതുകൊണ്ട് പുതിയൊരു സ്ഥലം കാണിച്ചു തന്നു എന്നാവൂലേ. ഇവർ പറഞ്ഞു, ഇപ്പം നമ്മളിവിടെ ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയതാണ്, ഒത്തിരി ഡെവലപ്മെൻറ്റ് ഇവിടെ ലോക്കൽ അതോറിറ്റി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ പറയുന്നതെന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞു വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്, സൺഡേസ് ഭയങ്കര തിരക്കാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ബീച്ചാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്, എല്ലാവരും വരണം എന്നും ഡെവലപ്മെന്റ് വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാട്ടാ. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് വരിക. നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണണ്ടേ. എപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊക്കെ മാറ്റി പിടിച്ച് ഇതുപോലത്തെ ബീച്ചൊക്കെ ഒന്ന് വന്ന് ആൾക്കാർ, ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വൈകിട്ടൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഈ ബീച്ചിൽ ഓൾറെഡി വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ ഒന്ന് പറയണം. പിന്നെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ എന്തായാലും ഒന്ന് വന്ന് നോക്കുക. തുമ്പ ബീച്ചിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു കിടിലോൾസ്കി വീടുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ ഈ വീടിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഇടാൻ കാരണം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. അവിടം വരെ പോകണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സമയം ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്, നല്ല വെയിലുമാണ്. കായലും കടലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് വീണ്ടും രണ്ടാമതൊരു ബീച്ച്, അങ്ങനെ യൂഷ്വലി എല്ലാവരും വരുന്ന ബീച്ച് അല്ലാത്ത വീണ്ടും ഒരു ബീച്ചാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് ബീച്ച്. ഇനി നമ്മളിങ്ങനെ കറങ്ങി 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 നമ്മൾ ഈ സൈഡ് നോക്കുമ്പോൾ ഇത് കായല്. പൊളിയല്ലേ? വേറെ എന്തൊക്കെയാ? വൈകിട്ട് വരാൻ നല്ലതായിരിക്കും. ഇപ്പൊ നല്ല വെയിലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ വൈകിട്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്തെ ബീച്ച് സൈഡ് റോഡ് നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്ത് വരുവാണ്. ഇതൊരു ഏൻഷ്യന്റ് മോണുമെന്റ് ആണ്, എനിക്കറിയില്ലായിരുന്നു. അഞ്ചുതെങ്ങ് കോട്ട. നമ്മൾ ഓൺ ദ വേ കണ്ടൊരു ഫോർട്ടാണിത്. അഞ്ചുതെങ്ങ് കോട്ട എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇതിന് ഇംഗ്ലീഷിൽ എന്താ ആൻജംഗോ ഫോർട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ജസ്റ്റ് പോകുന്ന വഴി കണ്ടു, നമുക്കൊരു ഏൻഷ്യന്റ് മോണുമെന്റ് ആയി തോന്നിയത് കാരണം നമ്മൾ കയറിയതാണ്. ഇവിടെ ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് മോണുമെന്റ് ആണിത്. ഇത് ശരിക്കും ബ്രിട്ടീഷുകാർ കെട്ടിയ കോട്ടയാണ്. 1695 ബ്രിട്ടീഷുകാർ ബിൽഡ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന ഷിപ്സിന് സിഗ്നൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന പഴയ ലൈറ്റ് ഹൗസ് ആണ് ആ കാണുന്നത്.
ദ വേ 2-3 സ്ഥലത്തൊക്കെ നിർത്തി പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് അങ്ങനെ പതുക്കെ നമ്മൾ എവിടെ എത്തി? വർക്കലെത്തി. ഇനി നമ്മൾ നേരെ വർക്കല ക്ലിഫിലോട്ടാണ് പോകുന്നത്. അവിടെ ഓപ്പൺ ആണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഹെലിപാഡ് ഉള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. കൊറോണ കാരണം എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്കറിയില്ല. നമുക്കത് പോയി നോക്കാം. വർക്കല ക്ലിഫ് എത്തിയപ്പോഴേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞത് അത്യാവശ്യം തിരക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തിരക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് നമ്മൾ ഇറങ്ങാതെയൊന്നും ഇരുന്നില്ല, നമ്മൾ ഇറങ്ങി. അപ്പൊ നമ്മൾ വർക്കല എത്തി. സമയം ഇപ്പം 1:30 നമ്മൾ ശരിക്കും 10:30 തിരിച്ചത്. ഇവിടെ എത്തിയപ്പോ 1:30 മണിയായി. ശരിക്കും ഇത്ര ഡിസ്റ്റൻസ് ഇല്ല. നമ്മള് അതിനിടയിൽ തുമ്പ ബീച്ചില് പെരുമാതുറ ബീച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ പോയ സ്ഥലം ഏതായിരുന്നു? അഞ്ചുതെങ്ങ് കോട്ടയിലും കൂടെ കയറി. അങ്ങനെ ഈ 3 സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ വേണ്ടിട്ട് 1:30 ആയി. ശരിക്കും പറഞ്ഞാൽ എത്ര 1 മണിക്കൂറല്ലേ ഉള്ളൂ? 1 hour 23 minutes ആണ് ട്രാൻഡർ സിറ്റി എന്നുള്ളത്. അവളെ ഇങ്ങനെ മാസ്ക് ഒക്കെ എടുത്ത് N95 ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ക്രൗഡിൽ പോകുമ്പോൾ നമുക്ക് മാസ്ക് വേണം. അപ്പൊ നമ്മൾ N95 ഒക്കെ എടുത്തു. ഉച്ചനേരമാണ്, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഒത്തിരി കഫേസ് ഉണ്ട്. നമ്മളിങ്ങനെ ഡൗട്ട് അടിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് എല്ലാം ക്ലോസ് ആയിരിക്കുമോ, ആളൊന്നും ഇല്ലാതെ എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പൊ എന്തായാലും ഓപ്പൺ ആയിരിക്കും. ഏതെങ്കിലും കഫേ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങാം. ഭയങ്കര വെയിലാണ്. വെയിലൊക്കെ ഒന്ന് താണിട്ട് നമുക്ക് പതുക്കെ ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം.